സർക്കാർ കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിൽ പ്രതിഷേധിച്ചുള്ള LDFന്റെ സത്യഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരാഹാര സമരമാക്കി. പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതി പോലും കേന്ദ്രം കേരളത്തിന് നിഷേധിക്കുന്നതായി മുഖ്യമന്ത്രി. കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കാത്ത UDFന് നാട് നന്നാകരുതെന്ന ഹീന ബുദ്ധിയാണ്. 4 വോട്ടിനു വേണ്ടി RSS ആടയാഭരണം അണിയാൻ കോൺഗ്രസിന് മടിയില്ല എന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കെല്ലാം കാരണം BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരാണെന്ന് LDF സർക്കാർ ജനങ്ങളോട് പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കളും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സത്യാഗ്രഹമിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം സത്യാഗ്രഹത്തിൽ ഭക്ഷണം ഒഴിവാക്കി നിരാഹാര സത്യാഗ്രഹമാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രാവിലെ മുതൽ ഇവിടെ പൂർണ്ണ സമയം ഭക്ഷണം കഴിക്കാൻ പോലും ഉച്ചഭക്ഷണം തന്നെ ഒഴിവാക്കി തന്നെയാണ് വിടുന്നത് എന്നറിയാം. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു, കാരണം ഇത് ഉപവാസമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കേന്ദ്രത്തിനെതിരായ സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മുന്നിൽ നിരത്താൻ തന്നെയാണ് മന്ത്രി അത് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. അർഹമായ നികുതി വിഹിതം മാത്രമല്ല, കേന്ദ്ര പദ്ധതികൾ പോലും കേരളത്തിന് നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. കേന്ദ്രം വയനാട് ദുരന്തത്തിന് സഹായം നൽകാത്തതിൽ പ്രധാനമന്ത്രിക്കും കുറ്റപ്പെടുത്തൽ. ഈ അവസാന മാസത്തെ ചെലവുകൾ ഇതിനാണ് 5900 കോടി രൂപ ഒരു നീതീകരണവുമില്ലാതെ നിഷേധിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന കാലത്താണ് ഗുജറാത്തിന് വലിയൊരു ദുരന്തം വന്നത്. രാജ്യത്തിന് പുറത്തുള്ള സഹായങ്ങളും സ്വീകരിച്ചു. അന്നതാകാം അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം കേരളം നേരിട്ട നൂറ്റാണ്ടിലെ മഹാപ്രളയഘട്ടം കേരളത്തിന് പാടില്ല. കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ മടിക്കുന്ന കോൺഗ്രസ് അധികാരത്തിനു വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യുന്നതായി പിണറായി വിമർശിച്ചു. AK ബാലൻ കോൺഗ്രസിനെതിരെ സജീവമാക്കിയ ജമാഅത്തെ ഇസ്ലാമി ബന്ധം മുഖ്യമന്ത്രി ഇന്ന് പരാമർശിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. പകരം കോൺഗ്രസും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം ഉയർത്തിക്കാട്ടാനാണ് മുഖ്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചത്. പകരം BJP കോൺഗ്രസ് ബന്ധം ഉന്നയിക്കാൻ പഴയ കോലീബി സഖ്യം പൊടിതട്ടിയെടുത്തു. നേരത്തെ വടകര പാർലമെന്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും കോലീബി സഖ്യം ഉണ്ടായത് നമുക്ക് മറക്കാവുന്ന കാര്യമല്ല. അന്നും RSS തന്നെയാണ് നേതൃത്വത്തിൽ. 4 വോട്ടിന്റെ ചിന്ത വരുമ്പോ മതനിരപേക്ഷത ദുർബലപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. മന്ത്രിമാരും നേതാക്കളും ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും കഴിച്ച് സത്യാഗ്രഹം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി കുടിവെള്ളത്തിൽ മാത്രം ഒതുക്കി. വെള്ളം കുടിക്കാനായി ഉപയോഗിച്ച കപ്പിനും പ്രത്യേകതയുണ്ടായി. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വാചകം പ്രിന്റ് ചെയ്ത കപ്പാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വെള്ളം കുടിക്കാനായി ഉപയോഗിച്ചത്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം കപ്പിൽ ഉപയോഗിച്ചത് അതിജീവിതയ്ക്കുള്ള പിന്തുണ അറിയിക്കാൻ കൂടിയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.